നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 21-ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് നിർഭാഗ്യവാന്മാരായ പുത്രന്മാരെ കുറിച്ചാണ് നമുക്ക് ഈ ഭാഗം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ അധ്വാനിക്കുന്നത്, മാതാപിതാക്കളായ നമ്മളൊക്കെ അധ്വാനിക്കുന്നത് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വേണ്ടിയാണ്. എന്നാൽ മാതാപിതാക്കളുടെ അധ്വാനം അതിന്റെ യാതൊരു ബലവും അനുഭവിക്കാതെ പോയ കുറച്ച് നിർഭാഗ്യവാന്മാരായ പുത്രന്മാരെ കുറിച്ച്, മഹാഭാരതത്തിലുള്ള കുറച്ച് നിർഭാഗ്യവാന്മാരായ പുത്രന്മാരെ കുറിച്ച് ആകട്ടെ ഇന്നത്തെ ചർച്ച. മറ്റാരുമല്ല പുത്രന്മാർ. അതിഗംഭീരമായ യുദ്ധത്തിന് ശേഷം ഹസ്തനപുരത്തിന്റെ രാജാവകാശത്തിലേക്ക് എത്തിയ പാണ്ഡവരുടെ മക്കൾ, തങ്ങളുടെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ആ കർമ്മഫലം അനുഭവിക്കാൻ സാധിക്കാത്ത കുറച്ച് മക്കൾ. നമുക്കറിയാം, പാണ്ഡവരിൽ പ്രധാനിയായ വില്ലാളി വീരനായ അർജുനന് ഭഗവാൻ കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയിൽ പിറന്ന പുത്രനാണ് അഭിമന്യു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഏറ്റവും തിളക്കമാർന്ന രീതിയിൽ യുദ്ധം ചെയ്ത് പേരെടുത്ത ഒരു വില്ലാളി വീരനാണ് അഭിമന്യു. യുദ്ധത്തിന്റെ 13-ാം ദിവസം കൗരവസേനയെ നയിക്കുന്ന ദ്രോണാചാര്യൻ ചക്രവ്യൂഹം ഒരുക്കുകയാണ്. ഈ ചക്രവ്യൂഹത്തിൽ കയറുവാനും അതിൽ നിറങ്ങുവാനും അറിയുന്ന ആ വിദ്യ അറിയുന്നത് പാണ്ഡവരിൽ അർജുനന് മാത്രമാണ്. എന്നാൽ അന്നേ ദിവസം ആ യുദ്ധക്കളത്തിന്റെ ഏതോ ഭാഗത്ത് കൗരവരുടെ മറ്റൊരു സേനയുമായി അർജുനൻ യുദ്ധം ചെയ്യുകയാണ്. ദ്രോണാചാര്യൻ ഇങ്ങനെ ഒരു ചക്രവ്യൂഹം ഒരുക്കിയതിനെ കുറിച്ച് അർജുനൻ അറിയുന്നില്ല. എന്നാൽ യുദ്ധത്തിനൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ്, അഭിമന്യുവിന്റെ ജനനത്തിന് മുമ്പ്, അഭിമന്യുവിനെ സുഭദ്ര ഗർഭം ധരിച്ച സമയത്ത് ഒരു ദിവസം അർജുനനും സുഭദ്രയും തമ്മിൽ ചക്രവ്യൂഹത്തെ കുറിച്ച് സംസാരിച്ചു. ചക്രവ്യൂഹത്തിൽ കയറുന്നതിനെ കുറിച്ചും അതിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ അർജുനൻ തന്റെ പത്നിയായ സുഭദ്രയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഗർഭസ്ഥ ശിശുവായ അഭിമന്യു അച്ഛൻ പറയുന്ന വാക്കുകളിൽ ചക്രവ്യൂഹത്തിൽ കയറുന്നതിനെ കുറിച്ച് കേൾക്കുന്നു. ഇറങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോഴേക്കും ആ ഗർഭസ്ഥ ശിശു ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഇതറിയാവുന്ന യുധിഷ്ഠിരൻ അഭിമന്യുവിനോട് പറയുകയാണ്, ധൈര്യമായിട്ട് കുമാരൻ ചക്രവ്യൂഹത്തിൽ കയറിക്കോളും. കുമാരനോടൊപ്പം ഞങ്ങളും കയറും, കുമാരനെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. തന്റെ വല്യച്ഛന്റെ വാക്ക് കേട്ട് അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ യുധിഷ്ഠിരന് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല. ദ്രോണാചാര്യർ അടക്കമുള്ള മഹാരഥന്മാർ, കൗരവ സദസ്സിലെ അല്ലെങ്കിൽ കൗരവ യുദ്ധകളത്തിലെ കൗരവ യുദ്ധസേനയിലെ ആ മഹാരഥന്മാർ ചേർന്ന് ആ കൗമാരം വിട്ടിട്ടില്ലാത്ത, ഇനിയും ഒട്ടേറെ കാലം ഈ രാജ്യത്ത് ജീവിക്കേണ്ട, ഈ ലോകത്ത് ജീവിക്കേണ്ട അഭിമന്യുവിനെ വധിക്കുന്ന കാഴ്ച നമുക്ക് മഹാഭാരതത്തിൽ കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, പാണ്ഡവരിൽ രണ്ടാമനായ അതിശക്തനായ ബലവാനായ ഭീമസേനന് രാക്ഷസിയായ ഹിഡുംബിയിൽ പിറന്ന ഘടോൽക്കജൻ എന്ന പുത്രൻ യുദ്ധരംഗത്തും മായാവിദ്യകളിലും, അതായത് മറഞ്ഞു നിന്ന് യുദ്ധം, ആകാശത്തിലൂടെ സഞ്ചരിച്ച യുദ്ധം, ഇതിലൊക്കെ വളരെ നിപുണനായിരുന്ന, പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു യോദ്ധാവായിരുന്നു ഘടോൽക്കജൻ. തന്റെ പിതാവിന്റെ സേനയെ, തന്റെ പിതാവിന്റെ കൂട്ടത്തെ, പാണ്ഡവരെ സഹായിക്കാനായി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒരു യോദ്ധാവായി ഘടോൽക്കജൻ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ യുദ്ധത്തില് ഏറെ നാശനഷ്ടങ്ങൾ കൗരവ നിരക്ക് നേരിടേണ്ടി വന്നു. നമുക്കറിയാം, പാണ്ഡവർക്ക് അല്ലെങ്കിൽ പാണ്ഡവർക്ക് ആ വിജയത്തില് ഏറ്റവും വലിയ ശക്തി നൽകിയത്, യുദ്ധത്തിന് ഇറങ്ങാതെ പോലും ആ യുദ്ധത്തെ നിയന്ത്രിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അർജുനാണ്. അർജുന്റെ സംരക്ഷണത്തില് എപ്പോഴും ശ്രദ്ധാലുവാണ് ശ്രീകൃഷ്ണൻ. കർണൻ, അർജുന ഭീഷണിയായ കർണൻ, ആ കർണന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ മേടിച്ചപ്പോൾ, ദാനമായി സ്വീകരിച്ചപ്പോൾ കർണന് കൊടുത്തു ശക്തിയായ ഒരു വേല്, ശക്തി എന്ന് പറയുന്ന ഒരു വേല് കൊടുത്തു. ആ വേല് ഉപയോഗിച്ച് ഒരു പ്രാവശ്യമേ ആ വേല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് നേരെ ആ വേല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അർജുനന് ഭീഷണിയായി കർണന്റെ കയ്യിലെ വേല് നിൽക്കുകയാണ്. ഇതറിയാം കൃഷ്ണന്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? മറ്റാരുടെങ്കിലും നേർക്ക് ആ വേല് ഉപയോഗിച്ചാൽ ആ വേല് ഉപയോഗശൂന്യമാകും. അർജുനന്റെ ഭീഷണി, അർജുനന്റെ ഭീതി ഇല്ലാതാകും. അങ്ങനെ പ്രോത്സാഹന വാക്കുകളും പ്രചോദിപ്പിക്കുന്ന വാക്കുകളും മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് ഘടോൽക്കജനെ കൃഷ്ണൻ തന്റെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് പ്രചോദിതനായ ഘടോൽക്കജൻ കൗരവർക്ക് നേരെ അതിഗംഭീരമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു.
ഘടോൽക്കജന്റെ ആക്രമണത്തില് കൗരവ ആ നിര താറുമാറായി പോവുകയാണ്. അവസാനം ഘടോൽക്കജനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ആ ടീം അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടം ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിയ കൗരവർ അവസാനം അർജുനു വേണ്ടി സൂക്ഷിച്ചു വെച്ച വേല് കർണന് ഘടോൽക്കജന്റെ നേർക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ആ വില്ലാളി വീരനായ രാക്ഷസ യുവാവ് യുദ്ധക്കളത്തിൽ നിലം പതിച്ചു. മൂന്നാമതായി പാണ്ഡവരുടെ പട്ടമഹിഷിയായിരുന്ന പാണ്ഡവരുടെ രാജ്ഞിയായ ദ്രൗപദിക്ക് തന്റെ 5 ഭർത്താക്കന്മാരിൽ നിന്ന് ലഭിച്ച 5 പുത്രന്മാർ. കുരുക്ഷേത്ര യുദ്ധത്തില് ഏറ്റവും ശക്തമായ രീതിയിൽ യുദ്ധം ചെയ്തവരാണ് ആ യുവാക്കൾ. അഭിമന്യുവിനെ പോലെയോ ഘടോൽക്കജനെ പോലെയോ യുദ്ധക്കളത്തിൽ വീരമൃത്യു കൈവരിക്കേണ്ടി വന്നില്ല ആ 5 പേർക്കും. എന്നാൽ യുദ്ധത്തിന്റെ വിജയം കണ്ടതിന് ശേഷം തങ്ങളുടെ പിതാക്കന്മാർ നേതൃത്വം നൽകുന്ന പാണ്ഡവസേനയുടെ വിജയം കണ്ടതിന് ശേഷം, വിജയത്തിന്റെ ആഘോഷത്തിന് ശേഷം നിദ്രയെ പുലുകിയ ആ 5 യുവാക്കളെയും രാത്രിയുടെ മറവിൽ അശ്വത്ഥമാവ് വധിക്കുന്നു. അപ്പോൾ അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ച് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് പാണ്ഡവർ കടന്നു വരുമ്പോൾ തങ്ങൾ അധികാരം കൈമാറേണ്ട തങ്ങളുടെ പുത്രന്മാർ ആരുമില്ലാത്ത, സന്തതി പരമ്പരകൾ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് പാണ്ഡവർക്ക് നേരിടേണ്ടി വന്നത്. നമുക്കറിയാം, ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജന്മം നൽകിയ മക്കളുടെ മരണം കാണുന്ന മാതാപിതാക്കളുടെ ദുഃഖമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം. ധാർത്തരാഷ്ട്രന്മാരുടെ മരണം കണ്ട് മുഴുവൻ മക്കളും നഷ്ടപ്പെട്ടതിൽ ശോകാകുലരായ ഗാന്ധാരിയെപ്പോലെയും ധൃതരാഷ്ട്രയെപ്പോലെയും അതേ പുത്രശോകം യുദ്ധത്തിന്റെ വിജയത്തിന് ശേഷം പാണ്ഡവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അധികാരത്തിന്റെ അല്ലെങ്കിൽ വിജയത്തിന്റെ ആഘോഷങ്ങൾ നടത്താൻ സാധിക്കാതെ, വിജയത്തിന്റെ സന്തോഷിക്കാൻ സാധിക്കാതെ തങ്ങളുടെ മക്കളുടെ അന്ത്യം കണ്ട ദുഃഖാർത്ഥരായ കേണു വിലപിക്കുന്ന ആ പാണ്ഡവരെയാണ് നമുക്ക് മഹാഭാരതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. തങ്ങളുടെ പിതാക്കൾ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറി വരുമ്പോൾ അത് കാണുവാൻ സാധിക്കാത്ത നിർഭാഗ്യവാന്മാരായ മക്കളായി അഭിമന്യുവും ഘടോൽക്കജനും പാഞ്ചാലി പുത്രന്മാരും മാറുന്നു. വെറും കഥാപാത്രങ്ങളായി ഈ ഗ്രന്ഥത്തിൽ അവശേഷിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധത്തിന്റെ അവസാനം അതിഭീകരമായിരിക്കും എന്ന കൃത്യമായ അറിവാണ് മഹാഭാരതം ഈ രംഗങ്ങളോടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത ഭാഗം മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.